പ്പോ ഒരു ദിവസം കഴിയേണ്ട താമസം പിറ്റേ ദിവസം എന്നെ ഖബറിന്റെ സമീപത്ത് ഒരു സഹോദരനെ ഖബർ കൊണ്ടുവന്ന് തീർത്തു. അദ്ദേഹം കള്ളു കുടിക്കുന്ന മനുഷ്യനാണ്, ജീവിതത്തിൽ എപ്പോഴും കള്ളു കുടിച്ചുകൊണ്ട് നടക്കുന്ന വ്യക്തിയാണ്. കള്ളു കുടിക്കതായ ഒരു വ്യക്തിയെ എന്റെ ചാരത്ത് കൊണ്ടുവന്നടക്കി, എന്റെ ഖബറിന്റെ സമീപത്ത് കൊണ്ടുവന്നാണ് അടക്കിയത്. അവൻ ആ ഖബറിലേക്ക് വന്നതിന്റെ കാരണമായിട്ട് നരകമൊന്ന് തിളച്ചു മറിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ സൃഷ്ടിച്ചു വെച്ചതാണ് നരകം. ആ നരകം അങ്ങോട്ട് തിളച്ചൊന്നു മറിഞ്ഞു. കാരണം നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടേണ്ടവനാണ്, നരകത്തിന് കിട്ടേണ്ട ആഹാരമാണ്. ഇവനെ ഖബറിലേക്ക് വെച്ചപ്പോ, ഇവനെ ഖബറിലേക്ക് കൊണ്ടുവന്നു വെച്ചപ്പോ നരകമൊന്ന് തിളച്ചു മറിഞ്ഞു. ആ നരകത്തിന്റെ തിളച്ചു മറിയലിന്റെ ചൂട് എന്റെ തലമുടി കറുപ്പിക്കാൻ, കറുത്തിരുന്നതാകുന്ന തലമുടി വെളുപ്പിക്കാൻ നിമിത്തമായി പോയി ഉപ്പായെന്ന് ആ സ്വാലിഹായ മനുഷ്യനോട് കുട്ടി പറഞ്ഞു എന്ന് ഉലമാക്കൾ രേഖപ്പെടുത്തുമ്പോ ചിന്തിക്കണേ സോദര, ഖബറിലേക്ക് എത്തിയാൽ തൊട്ടടുത്ത് കിടക്കുന്നവർക്ക് പോലും അതിന്റെ എഫക്റ്റ് എത്തുമെന്നാണ് പഠിപ്പിക്കുന്നത്. തൊട്ടടുത്ത് കടക്കുന്നവർക്ക് പോലും അതിന്റെ ബുദ്ധിമുട്ട് വരും. അതിന്റെ ചൂട് നിമിത്തമായിട്ട് തല ഇങ്ങനെയായിപ്പോയി. ചിന്തിച്ചു നോക്കും, ഉലമാക്കൾ രേഖപ്പെടുത്താൻ എത്രത്തോളം ഒക്കെ ആറടി മണ്ണിന്റെ ഇരുട്ടറയിൽ പോലും ഉണ്ടാകും അദാബ്. ലഹരി നുണയാന്ന് പറഞ്ഞ നിസ്സാര വിഷയമല്ല, വലിയ വിഷയം തന്നെയാണ്. ആക്കിബത്ത് മോശമാകും, അന്ത്യം മോശമാകും, എല്ലാം കൊണ്ടും പോകും. മഹ്ശറ നഷ്ടപ്പെടും, എല്ലാം നഷ്ടപ്പെടും, നരകത്തിലേക്ക് എറിയപ്പെടും. അള്ളാഹു നമ്മളെ സ്വാലിഹ്യം ഉൾപ്പെടുത്തട്ടെ. എന്തിനാണ് സഹോദരങ്ങളെ ഈ നാവ് അള്ളാഹു നൽകിയത്? ഈ നാവ് അള്ളാഹു നൽകിയത് എന്തിനാ? ഈ നാവ് കൊണ്ട് കള്ളു കുടിക്കാനാണോ? അല്ലല്ലോ, ഈ നാവ് കൊണ്ട് അള്ളാഹുവിനെ ദിക്ർ ചൊല്ലാൻ വേണ്ടിയല്ലേ, റബ്ബിനെ സ്മരിക്കാൻ വേണ്ടിയല്ലേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ഒരു അനുയായി വന്നുകൊണ്ട് ചോദിക്കുകയാണ്, അയ്യുന്നാസി അയ്യു ശൈഇൻ അഹബ്ബു ഇലല്ലാഹ്. അള്ളാഹുവിന്റെ റസൂലേ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലേതാണ്? അയ്യു ശൈഇൻ അഹബ്ബു ഇലല്ലാഹ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതായ അമലേതാണ്? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂൽ മറുപടി നൽകുകയാണ്, അൽ ഹാലു വൽ മുർതഹീൽ. ഹാലും മുർതഹീലുമാണ്. തിരിഞ്ഞോ? ഹാലും മുർതഹീൽ എന്ന് പറഞ്ഞാൽ തിരിയോ? ഇതുപോലെ സ്വഹാബത്തിന് തിരിഞ്ഞില്ല. ഉടനെ സ്വഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, ഖീല വമൽ ഹാലു വൽ മുർതഹീലു യാ റസൂലല്ലാഹ്. നബിയേ എന്താണ് ഹാൽ എന്ന് പറഞ്ഞാൽ, എന്താണ് മുർതഹീൽ എന്ന് പറഞ്ഞാൽ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ മറുപടി കൊടുക്കുകയാണ്, സ്വഹാബ ഇദാ ഖതമ ഖതമതൻ ഇസ്തഗ്നഫ ഖതമതൻ ഉഖറാ. പരിശുദ്ധമായ ഖുർആനിലെ ഖുർആൻ പരിപൂർണമായ ഖത്മ തീർക്കല. ഫാത്തിഹ സൂറത്ത് മുതൽ സൂറത്തുൻ നാസ് വരെ ഓതലാണ്. അങ്ങനെ സൂറത്തുൻ നാസ് വരെ ഓതി തീർന്നാലോ നിർത്തുന്നില്ല, വല്ല ചാതി ഒരു ഖത്മ തീർത്തല്ലോ എന്ന് ചിന്തിക്കലല്ല. ഇദാ ഖതമ ഖതമതൻ ഇസ്തഗ്നഫ ഖതമതൻ ഉഖറാ. സൂറത്തുൻ നാസ് കൊണ്ട് ഓതി തീർത്താൽ വീണ്ടും അവന് സൂറത്തുൽ ഫാത്തിഹ തുടങ്ങി വെക്കുന്നവനാ. അലിഫ് ലാം മീം. സൂറത്തുൽ ബഖറയിലെ 5 ആയത്ത് കൂടി ഓതിയിട്ടാണ് അവൻ നിർത്തുക. കാരണം അവന്റെ നിയ്യത്ത് ഇനിയും ഖത്മ ഓതലാണ്. ആ ഖത്മ വീണ്ടും പൂർത്തീകരിക്കുന്നു, വീണ്ടും ഖത്മ തുടങ്ങി വെക്കുന്നു, വീണ്ടും ഖത്മ പൂർത്തീകരിക്കുന്നു, വീണ്ടും ഖത്മ തുടങ്ങി വെക്കുന്നു. ഇങ്ങനെ പരിശുദ്ധമായ